നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും സമീപകാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഇന്ത്യയുടെ രണ്ട് ഇതിഹാസ ക്രിക്കറ്റ് താരങ്ങളാണ്. തലമുറ മാറ്റത്തിൻ്റെ ഭാഗമായി ഈ രണ്ട് കളിക്കാരും ടെസ്റ്റിൽ നിന്നും 2020-യിൽ നിന്നും വിരമിക്കുകയുണ്ടായി. അതിൽ 2020-യിൽ നിന്ന് അതീവ സന്തുഷ്ടരായിട്ടാണ് രണ്ടുപേരും റിട്ടയർ ചെയ്തത്. 2020 ലോക കിരീടം നേടിയ മത്സരത്തിന് ശേഷമാണ്, ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചതിന് ശേഷം ലോകകപ്പ് ഉയർത്തിയതിന് ശേഷമാണ് ഈ രണ്ട് താരങ്ങളും 2020-യിൽ നിന്ന് റിട്ടയർ ചെയ്തത്. എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് രണ്ടുപേരുടെയും വിട്ടുപോക്ക് അത്ര സുഖകരമായിരുന്നില്ല. രണ്ടുപേരും പൂർണ്ണ തൃപ്തിയില്ലാതെ മനസ്സോടെയാണ് റിട്ടയർ ചെയ്തത്. അത് BCCIയുടെയും സെലക്ഷൻ കമ്മിറ്റിയുടെയും ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം അവർക്ക് മേലുണ്ടായിരുന്നു എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഏതാണ്ട് ഇത് ശരിയാണ് താനും. എന്തായാലും രണ്ടുപേരും ടെസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അസ്വസ്ഥത അവർക്കുണ്ട് താനും. അതുകൊണ്ടാണ് ഇപ്പോൾ ഗൗതം ഗംഭീറുമായി ഒക്കെ ചെറിയ അസ്വാരസ്യങ്ങൾ ഇവർ രണ്ടുപേർക്കും ഉണ്ടെന്നും, പ്രത്യേകിച്ചും കോഹ്ലി തീരെ ഗംഭീറിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ റിപ്പോർട്ടുകൾ വരുന്നു. ചില വീഡിയോകളൊക്കെ കാണിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോളുകളായും മറ്റുമൊക്കെ പൊന്തി വരുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇന്ത്യ സന്ദർശിക്കുന്ന ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ ഏകദിന മത്സരം ഇന്ത്യ ജയിച്ചു. അതിൽ ഈ രണ്ട് താരങ്ങളും വളരെ സവിശേഷമായ ഓരോ റെക്കോർഡുകൾ സ്ഥാപിച്ചു. അത് കോഹ്ലി ഏകദിനത്തിലെ തൻ്റെ 52ാം സെഞ്ചുറി നേടുകയുണ്ടായി. അത് ഒരു സിംഗിൾ ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരം എന്ന റെക്കോർഡ് അതുവഴി കോഹ്ലി സ്ഥാപിക്കുകയുണ്ടായി. നേരത്തെ ടെസ്റ്റ് ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ നേടിയ 51 സെഞ്ചുറികളായിരുന്നു ഒരു സിംഗിൾ ഫോർമാറ്റിൽ ഒരു ക്രിക്കറ്റ് താരം നേടിയ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ. സച്ചിൻ്റെ ആ റെക്കോർഡാണ് വിരാട് കോഹ്ലി മറികടന്നത്. അത് വിരാട് കോഹ്ലിക്ക് ഉണ്ടാക്കാവുന്ന, സ്വാഭാവികമായിട്ടും സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ വലിയ മഹാനായ ഒരു ക്രിക്കറ്ററുടെ ഒരു നേട്ടത്തെ മറികടക്കുകയും അതുവഴി ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം അതീവ സന്തോഷവാനാക്കുന്നുണ്ടായിരിക്കണം. അത് അയാൾക്ക് വലിയ തൃപ്തി നൽകുന്നുണ്ടായിരിക്കും. അതേസമയം രോഹിത് ശർമ്മ നേടിയ റെക്കോർഡ് എന്ന് പറയുന്നത് ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരമായി രോഹിത് ശർമ്മ മാറുകയാണ്. രോഹിത് ശർമ്മ 352ാമത്തെ സിക്സർ അടിക്കുകയും അതുവഴി പാകിസ്ഥാന്റെ ഷാഹിദ് അഫ്രീദിയുടെ 351 സിക്സറുകളുടെ റെക്കോർഡാണ് ഏകദിനത്തിൽ രോഹിത് ശർമ്മ മറികടന്നത്. അങ്ങനെ ഈ രണ്ട് താരങ്ങളും അവരവരുടേതായ രീതിയിൽ ചില അതൃപ്തികൾ മൂലം ടെസ്റ്റ് ക്രിക്കറ്റ് വിട്ട ഇവർ സ്വന്തം പ്രതിഭ വീണ്ടും തെളിയിക്കുന്ന രീതിയിൽ രണ്ട് റെക്കോർഡുകൾ കൂടി സ്ഥാപിച്ചു എന്നത് അവർക്ക് ചില സവിശേഷമായ സന്തോഷം നൽകുന്നുണ്ടായിരിക്കണം. അപ്പോൾ ഇനി ഈ രണ്ട് താരങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 2 ടെസ്റ്റ് മത്സരങ്ങൾ തോറ്റ സാഹചര്യത്തിൽ, ഇന്ത്യയിൽ തന്നെ 2 ടെസ്റ്റ് മത്സരങ്ങൾ തോറ്റ സാഹചര്യത്തിൽ ഇവരെ തിരിച്ചു വിളിക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് എന്നൊക്കെ ചിലർ ആവശ്യപ്പെട്ടു എന്നൊക്കെ തരത്തിൽ, BCCIയോട് ആവശ്യപ്പെട്ടു എന്നൊക്കെ തരത്തിൽ ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും പ്രത്യേകിച്ചും കോഹ്ലിയെ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ രീതിയിലുള്ള ചർച്ചകൾ ഒക്കെ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഏകദിനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇവരോട് രണ്ടുപേരോട്, അതായത് 2027 നടക്കുന്ന ലോകകപ്പിന് മുന്നോടിയായി ഏകദിനത്തിൽ ശ്രദ്ധിക്കാനും കൂടുതൽ ഫിറ്റ്നസ് നിലനിർത്താനും മാത്രമല്ല ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നിരന്തരം കളിക്കാനും ഇവരോട് BCCI ആവശ്യപ്പെട്ടതായിട്ടാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നടന്ന ഏകദിന പരമ്പരയിൽ ആകട്ടെ, ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന ഏകദിന പരമ്പരയിലാകട്ടെ, ഇവർ രണ്ടുപേരും മികച്ച ഫോമിലാണെന്ന് തെളിയിച്ച കാര്യമാണ്. പരിമിത ഓവർ ക്രിക്കറ്റിൽ അവരുടെ പ്രതിഭയ്ക്ക് ഒരു മങ്ങലും ഏറ്റിട്ടില്ലെന്നും അവർ ഇപ്പോഴും അത് തുടരാൻ പാകത്തിൽ എക്യുപ്ഡ് ആണെന്നും അത് വ്യക്തമാക്കുന്ന ഇന്നിങ്സുകളാണ് ഇവർ കളിച്ചിട്ടുള്ളത്. അത് ഇവർക്ക് 2027 ലോകകപ്പിന് തയ്യാറെടുക്കുന്നതിന് വലിയ ഊർജ്ജം നൽകുന്നതിൽ സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് ഏകദിനങ്ങൾ ഇപ്പോൾ ലോകത്ത് ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാ രാജ്യങ്ങളും വളരെ കുറവാണ് കളിക്കുന്നത്. ഒരു വർഷം 8 10 പരമാവധി 12 ഒക്കെ ഏകദിനങ്ങളെ കളിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ഇവർക്ക് ഫിറ്റ്നസ് നിലനിർത്താനും കൂടുതൽ രീതിയിൽ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുമുള്ള അവസരവും സമയവും കിട്ടുന്നുണ്ട്. ഏകദിനത്തിൽ ഇവരുടെ പ്രതിഭയ്ക്ക് നല്ല നിലയിൽ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇവരെ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നതിനോട്
സ്വാഭാവികമായിട്ടും എല്ലാവർക്കും നല്ലൊരു ശതമാനം പേർക്കും വിയോജിപ്പുണ്ടാകും. കാരണം ഒരു തലമുറ മാറ്റത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ഇന്ത്യൻ ടീമിലേക്ക് വീണ്ടും ഈ ആളുകളെ ഇവരെ തിരിച്ചു കൊണ്ടുവരണോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് വലിയ സംശയങ്ങളുണ്ട്. കാരണം നമ്മൾ കണ്ടിട്ടുള്ളതാണ് വിരാട് കോഹ്ലി അവസാന ഘട്ടത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടൈമിങ്, അദ്ദേഹത്തിൻ്റെ ടേൺ ചെയ്യുന്ന ബോളുകൾ സമയത്ത് ആ പന്ത് റീഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം, ഇതൊക്കെ കോഹ്ലിയെ പോലെ ഒരു ഇതിഹാസ ടെസ്റ്റ് ക്രിക്കറ്റർക്ക് ബാറ്റർക്ക് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. രോഹിത് ശർമ്മ തീർച്ചയായിട്ടും കോഹ്ലിയുടെ അത്ര മിടുക്ക് കാണിച്ചിട്ടുള്ള ഒരു ഫോർമാറ്റ് അല്ല ടെസ്റ്റ് ക്രിക്കറ്റ്. അതിൽ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിരന്തരമായി അദ്ദേഹം പരാജയപ്പെട്ടിട്ടാണ് അദ്ദേഹത്തോട് റിട്ടയർ ചെയ്യാൻ നിർബന്ധിതനാക്കിയത്. കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും കാര്യത്തിൽ വ്യത്യസ്തമായ സാഹചര്യമാണ് ടെസ്റ്റ് ക്രിക്കറ്റിലുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏകദിനത്തിൽ പരിമിതമായ ഓവറുകളെ കളിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ അത് കുറേ കൂടി എളുപ്പമാണ്. മാത്രമല്ല ഫ്ലാറ്റ് പിച്ചുകളാണ് ഏകദിനങ്ങളിലൊക്കെ പൊതുവെ ഉണ്ടാക്കുന്നത്. പരിമിത ഓവർ ക്രിക്കറ്റിൽ ബാറ്റർമാർക്ക് അനുകൂലമായിട്ടുള്ള പിച്ചുകളാണ് പൊതുവെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കളിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇവരുടെ ടെക്നിക്കിനെ വീണ്ടും പരീക്ഷിക്കുന്ന തരത്തിലുള്ള പിച്ചുകളായിരിക്കും. അതിലേക്ക് ഇവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുമ്പോൾ അത് എത്രത്തോളം പ്രായോഗികമായിരിക്കും എന്നുള്ളത് വലിയ സംശയകരമാണ്. എന്തായാലും BCCI എന്തായാലും ഈ തിരിച്ചിവരിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ല ടെസ്റ്റ് ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ വൺഡേയിൽ തീർച്ചയായിട്ടും ഈ രണ്ട് താരങ്ങൾക്കും 1-2 വർഷം കൂടി നന്നായി കളിക്കാൻ കഴിയുമെന്നുള്ള സംശയമൊന്നുമില്ല. കാരണം ആ രീതിയിൽ ഇവരുടെ റിഫ്ലക്സ് ആക്ഷൻ ഒന്നും ഒരു കുഴപ്പമില്ല വൺഡേ കളിക്കാൻ. അപ്പോൾ ആ രീതിയിൽ ഇന്ത്യക്ക് ഏകദിന ലോകകപ്പിൽ വലിയ സംഭാവനകൾ നൽകാൻ കഴിയുന്ന കളിക്കാരായിട്ട് ഇവർ നിലകൊള്ളുക തന്നെ ചെയ്യും, അതിലൊന്നും സംശയമില്ല. പക്ഷേ എന്നാലും ഒരു വർഷം എന്ന് പറയുന്നത് വളരെ ദൂരെയാണ്. അപ്പോഴേക്കും ഇന്ത്യയിലെ സമവാക്യങ്ങൾ, ഇന്ത്യയിലെ കളിക്കാരുടെ കാര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും പുതിയ മിടുക്കരായ കളിക്കാർ, പ്രത്യേകിച്ച് ബാറ്റർമാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ആ സമയത്തേക്ക് ഒരു കൊല്ലം എന്നൊക്കെ പറയുന്നത് 1-1.25 കൊല്ലം എന്നൊക്കെ പറയുന്നത് വളരെ ദൂരെയാണ്. ആ സമയത്ത് എന്താണ് സംഭവിക്കുക, ആ സമയത്ത് ആരൊക്കെ ആയിരിക്കും ഫോമിലായിരിക്കുക എന്നതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തി കൂടിയായിരിക്കും ഇവരുടെ ലോകകപ്പിലെ ഇവരുടെ കളി. എന്തായാലും അടുത്ത കുറച്ചു കാലം ഇവരോട് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നിരന്തരം കളിക്കാനും അങ്ങനെ മത്സര പരിചയം സ്ഥിരമായിട്ടുണ്ടാകാനും BCCI ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. അജിത് അഗാർക്കർ നേതൃത്വം നൽകുന്ന സെലക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളവും ഈ രണ്ട് കളിക്കാർ ഏകദിനത്തിൽ കളിക്കണമെന്ന് തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കും. ഏകദിന ലോകകപ്പിൽ അവരെ ഉൾപ്പെടുത്താനും അവരുടെ മത്സര പരിചയം ഇന്ത്യക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്നും ഇവർ BCCI ആയാലും സെലക്ഷൻ കമ്മിറ്റി ആയാലും ആഗ്രഹിക്കുന്നുമുണ്ട്, അവർ ഉദ്ദേശിക്കുന്നുമുണ്ട്. അതിലൊന്നും സംശയമില്ല. ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഇവരോടുള്ള സമീപനം അല്ല സെലക്ഷൻ കമ്മിറ്റിക്കും BCCIക്കും ഏകദിനത്തിൽ ഇവരോടുള്ളത് എന്നുള്ളതും വ്യക്തമാണ്. ഏതാണ്ട് രണ്ടുപേരും ഏകദിന ലോകകപ്പ് കളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. താനും 80% ഇവർ കളിക്കാൻ തന്നെയാണ് സാധ്യതയും. അത് ഇന്ത്യക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. കാരണം ഇന്ത്യയുടെ ഏറ്റവും പ്രീമിയം ബാറ്റേഴ്സ് തന്നെയാണ് അവർ ടോപ്പ് ഓർഡറിൽ ഏത് ബൗളിംഗ് നിരയെ അടിച്ച് തകർക്കാൻ കഴിയുന്ന മിടുക്കരായിട്ടുള്ള എക്കാലത്തെയും മിടുക്കരായ രണ്ട് ഏകദിന ബാറ്റേഴ്സ് തന്നെയാണ്, ബാറ്റർമാർ തന്നെയാണ് വിരാട് കോഹ്ലി ആയാലും രോഹിത് ശർമ്മ ആയാലും. അത് അവരുടെ കണക്കുകൾ തന്നെ, അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ, അവരുടെ കരിയർ റെക്കോർഡ് തന്നെ കാണിക്കുന്നുണ്ട് അവരുടെ മിടുക്ക്. അപ്പോൾ അക്കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷെ ആ നിലയിലേക്ക് പോകുമ്പോഴേക്കും ഇന്ത്യ എങ്ങനെയാണ് ഏകദിന ടീമിനെ രൂപപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്, ആരൊക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവുക, ആരൊക്കെ ആയിരിക്കും ടോപ്പ് ഓർഡറിൽ ഉണ്ടാവുക, ആ സമയത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് സിനാരിയോയിൽ ഏതൊക്കെ പ്ലെയേഴ്സ് ആയിരിക്കും ഏറ്റവും നന്നായി ഫോമിൽ ഉണ്ടാവുക, ഇതൊക്കെ നമുക്ക് ഇപ്പോഴേ മുൻകൂട്ടി പറയാൻ കഴിയില്ല. എങ്കിലും അനുഭവ സമ്പത്തിൻ്റെ ഒരു എഡ്ജ്, ഒരു മുൻതൂക്കം തീർച്ചയായും ഈ രണ്ട് കളിക്കാർക്കുമുണ്ട്. ഈ രണ്ട് കളിക്കാരെയും ഏകദിന ക്രിക്കറ്റിൽ കൂടുതലായി ഉപയോഗിക്കാനും അത് ലോകകപ്പ് നേടുന്നതിന് ഇന്ത്യക്ക് ഗുണകരമായി രീതിയിൽ ഉപയോഗപ്പെടുത്താനും തീർച്ചയായിട്ടും ക്രിക്കറ്റിൻ്റെ സെലക്ഷൻ കമ്മിറ്റി ആയാലും BCCI ആയാലും ശ്രമിക്കുമെന്നതിലും സംശയമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ വിവാദങ്ങളിലേക്ക് പോവുകയും ഒരു ഏറ്റുമുട്ടൽ സംഘർഷത്തിലൂടെ കടന്നു പോകേണ്ട കളിക്കാരുമല്ല. അവർ തീർച്ചയായിട്ടും ലെജൻഡറി സ്റ്റാറ്റസുള്ള കളിക്കാർ തന്നെയാണ്. പ്രത്യേകിച്ചും വിരാട് കോഹ്ലി എക്കാലത്തെയും ഓൾ ടൈം ഗ്രേറ്റ്സിൽ ഒരാളാണ്. ഒരുപാട് കാലം ലോകത്തെ ഏറ്റവും മികച്ച ബാറ്ററായിട്ട് തുടർന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരൊക്കെ അർഹിക്കുന്ന ഒരു പരിഗണനയും സമീപനവും അവരോട് വേണ്ടതുമാണ്. അത് തീർച്ചയായിട്ടും BCCIയുടെ കയ്യിൽ നിന്നാലും സെലക്ഷൻ കമ്മിറ്റിയുടെ കയ്യിൽ നിന്നാലും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്.
ടെസ്റ്റ് ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സാഹചര്യം മറ്റൊന്നാണ്. സ്വാഭാവികമായിട്ടും 35, 36, 37 ഒക്കെ വയസ്സായ കളിക്കാർ ഒരു ടീമിലുണ്ടാകുമ്പോൾ പുതിയ ടീമിനെ വാർത്തെടുക്കാൻ ശ്രമിക്കുക എല്ലാ രാജ്യങ്ങളിലും എല്ലാ ടീമുകളും നടക്കുന്നതാണ്. ഇപ്പോൾ അത് തന്നെയാണ് ഇവിടെയും നടന്നിട്ടുള്ളത്. രവിചന്ദ്രൻ അശ്വിനെ ആയാലും വിരാട് കോഹ്ലി ആയാലും രോഹിത് ശർമ്മ ആയാലും അവരോട് പതുക്കെ കളമൊഴിയാൻ ഇവർ പറയുക തന്നെ BCCIയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അത് ചിലപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അത് അങ്ങനെയൊക്കെ സംഭവിക്കാം. അത് മുൻകാലങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ കളിക്കാരിൽ ഒരാളായ കപിൽ ദേവിൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. 1994 അദ്ദേഹത്തെ നിർബന്ധിച്ച് വിരമിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ അന്ന് കാര്യങ്ങൾ പോയിരുന്നു. അപ്പോൾ അതുപോലെ എല്ലാ കാലത്തും താരങ്ങളെ, ഇപ്പോൾ വലിയ താരങ്ങളുടെ കാര്യത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീരേന്ദ്ര സെവാഗൊക്കെ റിട്ടയർ എങ്ങനെയാണ് ചെയ്തതെന്ന് പോലും പലർക്കും അറിയുന്നുണ്ടാവില്ല. എപ്പോഴാണ് റിട്ടയർ ചെയ്തതെന്ന് പോലും ആളുകൾ ഓർക്കുന്നുണ്ടാവില്ല. ആ രീതിയിലൊക്കെ നടന്നിട്ടുണ്ട്. അത് പലപ്പോഴും ക്രിക്കറ്റിൻ്റെ ഭാഗമാണ്. സ്പോർട്സിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. അത് ചില ഘട്ടങ്ങളിലൊക്കെ ആവശ്യമില്ലാത്ത പിടിവാശിയിലേക്ക് നീങ്ങുന്നതിൻ്റെയൊക്കെ കാര്യങ്ങളാണ്. അത് പലപ്പോഴും വ്യക്തികൾ അവരുടെ സ്വഭാവ രീതികൾ ഒക്കെ ഈ ഏത് സ്ഥാനത്ത് വരുമ്പോഴും അതിനെ സ്വാധീനിക്കും. അത് കോച്ചായാലും സെലക്ഷൻ കമ്മിറ്റിയിലായാലും ഒക്കെ ഉണ്ടാവും. അവരുടെ സമീപന രീതി വ്യത്യസ്തമായിരിക്കും. അത് പലപ്പോഴും പലപ്പോഴും കളിക്കാരുമായിട്ട് ഒത്തുപോകില്ല. ഇപ്പോൾ ഈ വിരാട് കോഹ്ലി തന്നെയാണ് അയാളുടെ ഏറ്റവും സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന കാലത്ത് അയാളുടെ ഒറ്റ പിടിവാശി കൊണ്ടാണ് അനിൽ കുംബ്ലെയെ കോച്ച് സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ചത്. പരിശീലക സ്ഥാനത്ത് നിന്ന് അനിൽ കുംബ്ലെ യാതൊരു തരത്തിലും അങ്ങനെ ഒരു സമീപനം അർഹിച്ചിരുന്നതല്ല. അനിൽ കുംബ്ലെ ശരിക്കും അപമാനിച്ച് പുറത്താക്കിയതുപോലെയായിരുന്നു. അന്ന് അത് വിരാട് കോഹ്ലി ക്യാപ്റ്റനായിരുന്ന കാലത്ത് വിരാട് കോഹ്ലിയുടെ ഒറ്റ നിർബന്ധമായിരുന്നു അനിൽ കുംബ്ലെ പറ്റില്ല എന്നുള്ള രീതിയിൽ. അന്ന് സൂപ്പർ സ്റ്റാർഡമിൽ നിന്നിരുന്ന വിരാട് കോഹ്ലിക്ക് അത് ചെയ്യിക്കാൻ കഴിഞ്ഞു. കാരണം ഇന്ത്യയിൽ ക്രിക്കറ്റിൻ്റെ പവർ സ്ട്രഗിളൊക്കെ അങ്ങനെയാണ് നിൽക്കുന്നത്. പവർ ബാലൻസ് ഒക്കെ ആ തലത്തിലാണ് നിൽക്കുന്നത്. അന്ന് ആ തലത്തിൽ പവറുള്ള ഒരാളായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിൽ കോഹ്ലി. ഏറ്റവും വൃത്തികെട്ട രീതിയിൽ അനിൽ കുംബ്ലെയെ പുറത്താക്കാൻ ശ്രമിക്കുക, അത് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വിരാട് കോഹ്ലി പറയുന്ന പരാതികൾ വിരാട് കോഹ്ലി മുമ്പ് മറ്റു പലരുടെയോടും കാണിച്ചിട്ടുള്ളതാണ്. ഇത് എല്ലാ കാലത്തും ഇന്ത്യൻ ക്രിക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ വരുന്നവർ വരും, നാളെ വരുന്നവർ ഇതൊക്കെ തന്നെയാണ് കണ്ടുപിടിക്കുന്നതും മാതൃകയായിട്ട് പോകുന്നതും. വളരെ അപൂർവം വ്യത്യസ്തരായ മനുഷ്യരുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ ദ്രാവിഡിനെയും VVS ലക്ഷ്മണെയും സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ പോലുള്ള മനുഷ്യരുണ്ടായിട്ടുണ്ട്. അതൊരു സത്യമാണ്. ഇത് കാലങ്ങളായി തുടരുന്നതാണ്. പലപ്പോഴും അവർ ആഗ്രഹിക്കുന്നില്ല, എത്ര കാലം കഴിഞ്ഞാലും കളിക്കണം എന്ന് തന്നെ ഇവരൊക്കെ ആഗ്രഹിക്കുന്നു. അത് ചിലപ്പോൾ നടന്നു എന്ന് വരില്ല. അപ്പോൾ വിരാട് കോഹ്ലിയോട് ഇപ്പോൾ ചെയ്യുന്നത് കാലത്തിൻ്റെ ഒരു തിരിച്ചടിയായിരിക്കും അദ്ദേഹത്തിന്. നേരത്തെ അനിൽ കുംബ്ലെയോട് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത അന്ന് സുൽഗാസ്കർ കൃത്യമായി പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും ഒരാളുടെ സൂപ്പർ സ്റ്റാർഡമിന് വേണ്ടി കീഴടങ്ങരുത്. ഒരു കോച്ചിനെ മാറ്റാൻ പറയാൻ മാത്രമുള്ള സൂപ്പർ സ്റ്റാറുകൾ ക്രിക്കറ്റിൽ ഉണ്ടാകരുത്. ഒരു വ്യക്തിയും ഒരു ഇതിന് മുകളിലല്ല. അനിൽ കുംബ്ലെയെ പുറത്താക്കിയ രീതി വളരെ മോശമാണ് എന്നൊക്കെ അന്ന് ഗവാസ്കർ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കോഹ്ലിയെ പുറത്തു പോയതിനെ കുറിച്ചും ആളുകൾ സംസാരിക്കുന്ന അതാണ്. അയാൾ അർഹിക്കുന്ന രീതിയിലല്ല അയാൾ പോയത് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് എന്നാണ്. പലപ്പോഴും ഇവരും ഇതേ രീതിയിൽ മറ്റു ആളുകളോട് പെരുമാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എന്തായാലും അടുത്ത ഏകദിന ലോകകപ്പിൽ ഇതേ ഫിറ്റ്നസ് ലെവൽ നിലനിർത്തുകയും മികച്ച മത്സര പരിചയം, ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നിരന്തരം കളിക്കുകയും മത്സര പരിചയം നിലനിർത്തുകയും ചെയ്താൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും നിർബന്ധമായും ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായിരിക്കും. അത് ഏതാണ്ട് 80% ഉറപ്പാണ്. അതിന് വിപരീതമായ എന്തെങ്കിലും സാഹചര്യങ്ങൾ ആ കാലത്ത് വന്നാൽ മാത്രമേ, അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അതല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കളിക്കും. ഇവർ രണ്ടുപേർക്കും ലോകകപ്പ് നേടിക്കൊണ്ട് പുറത്തു പോകാൻ, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാനുള്ള ഒരു അവസരമായിട്ട് അത് മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.